ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വീണ്ടും ഒരു ട്രാവൽ വ്ളോഗ് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ വട്ടം നമ്മൾ മൂന്നാറിലൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടുമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഒരു 1 വീക്കിന് ശേഷം കണ്ടാണ് ഞങ്ങൾ കന്യാകുമാരിയിലേക്കൊരു ട്രിപ്പ് പോയത്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണിത്. അപ്പം നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് രാത്രി തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് എനിക്ക് ടൈം ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഒരു 2 മണി ആ ഒരു ടൈമിലോ 12 മണിയോ ആ ഒരു ടൈമിലെങ്ങാണ്ടാണ് നമ്മൾ ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ ഇറങ്ങി എന്തായാലും പെട്ടെന്ന് തന്നെ ഇങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ പ്രതീക്ഷയില്ല ഇത്രയും ആൾക്കാരൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യാണ് നമ്മൾ. സൂര്യൻ മാമൻ എണീറ്റ് വരണമല്ലോ, പുള്ളി ഉറക്കത്തിലാണ്. നമ്മൾ ഉറക്കമൊക്കെ കളഞ്ഞിട്ട് ആളെ കാണാൻ വേണ്ടി എണീറ്റ് വന്ന് നിൽക്കുകയാണ്. എനിക്കതാണ് സത്യം പറഞ്ഞാൽ ദേഷ്യം വന്നത്. നമ്മൾ ഉറക്കമൊക്കെ കളഞ്ഞിട്ട് പുള്ളിയെ കാണാൻ വേണ്ടി വരുമ്പം ആളിങ്ങോട്ട് വരുന്നില്ല. എത്ര മണിക്കൂർ കൊണ്ട് വെയിറ്റ് ചെയ്യാമെന്നറിയാമോ? ഒരുപാട് നേരം കൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ കുറേ ചേട്ടന്മാർ അവിടെ ഇങ്ങനെ ഈ മുത്തുമാലയൊക്കെയില്ലേ, പണ്ടത്തെ ടൈപ്പ് അങ്ങനെയുള്ള മുത്തുമാലകളും അങ്ങനത്തെ മാലകളൊക്കെ കുറേ നാളായി കണ്ടിട്ട്. പിന്നെ ഈ ടൈപ്പ് മാലയൊക്കെ കുറേ വർഷങ്ങളായി കണ്ടിട്ട്. ആ ടൈപ്പ് അതൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് പേരൊക്കെ വാങ്ങുന്നുണ്ട്. അങ്ങനെ അധികം ആൾക്കാരൊന്നും അങ്ങനെ അത് വാങ്ങുന്ന കണ്ടില്ല. കൂടുതൽ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരൊക്കെ വാങ്ങേണ്ടതാണ്. പക്ഷേ നമ്മൾ ആ ഒരു സൈഡിൽ നിന്നവരൊന്നും അധികം വാങ്ങിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കാപ്പിയൊക്കെ കൊണ്ടുവന്നപ്പം നമ്മുടെ കൂടെയുള്ള കുറച്ച് പേര് മാത്രം അതൊക്കെ വാങ്ങി കുടിച്ചു. 1-2 പേര് മാത്രം, ബാക്കി ആരും കുടിച്ചൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ സൂര്യൻ ഇങ്ങനെ എണീറ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ കാണാൻ പറ്റി. അതുവരെ നമുക്കൊന്നും അങ്ങനെ അധികം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ദേഷ്യം വന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനും വല്യത്തായും പിന്നെ എൻ്റെ അനിയത്തിയും എല്ലാവരോടും നിന്നിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കൂടെ ഏതോ ഗുജറാത്തിലും അങ്ങോട്ടുള്ള കുറച്ച് ആൾക്കാരാണ്, കുറച്ചൊരു ടീനേജേഴ്സാണെന്ന് തോന്നുന്നു. അവർ വന്ന് ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ കയറിയിട്ട്, അവിടെ ചെറിയൊരു മതിൽ പോലുണ്ട്, അവിടെ കയറി ഇങ്ങ് നിൽക്കുക, മാറി തരുന്നില്ല. ലാസ്റ്റ് എനിക്ക് ദേഷ്യം വന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പം എൻ്റെ സിസ്റ്റർ അവൾക്ക് കടൽ കാണണം, അങ്ങനെ അവിടെ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയതാണ്. ഞാനും കുറേ നേരമായിട്ട് നിന്നിട്ട് സൺറൈസ് ഒന്നും ആവുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനും പിന്നെ അവൾ ഒരാഗ്രഹം പറഞ്ഞില്ലെന്ന് വെച്ചിട്ട് അങ്ങനെ ജസ്റ്റ് കാല് നനയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കാണാൻ വന്ന ആൾ അതിൻ്റെ ഇടയ്ക്കൂടി ഇങ്ങ് വന്നു കഴിഞ്ഞു. ഇതൊന്നും അറിയാതെ ഞാൻ അവളെയും കൊണ്ട് അവൾക്ക് കാല് നനയ്ക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി. നമ്മൾ എന്തിൻ്റെ എയിം വെച്ചാണോ വന്നത്, എന്തിനാണോ വെയിറ്റ് ചെയ്തത്, ആളെ കാണാൻ വേണ്ടി അത്രയും നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടും പെട്ടെന്ന് ആ ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് വന്നു. അതുപോലെ തന്നെ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയതുമില്ല. ഞാൻ അപ്പോൾ എല്ലാവരോടും പറയുമായിരുന്നു എനിക്ക് ആ വീഡിയോ കിട്ടിയില്ല എന്നുള്ളത്. എന്തായാലും നമുക്ക് വീഡിയോ കിട്ടിയില്ല, എന്നാൽ പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തിട്ട് വരാമെന്ന് വെച്ചാൽ ഞാനും. അപ്പോൾ അവൾക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബീച്ചിലൊക്കെ പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ കുറച്ച് നേരം അവളുടെ കൂടെ നിന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ അപ്പോഴത്തേനും എല്ലാവരും എന്നെ കിടന്ന് തിരക്കുന്നുണ്ട്.